ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ആരാണ്? വിജി. നമുക്കെന്തായാലും വിളിക്ക് അകത്തുണ്ടെന്ന് തോന്നുന്നു. അമ്മേ, 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 അമ്മേ. ഇതാണ് ശിവന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ വിജിയമ്മ. അല്ലേ അമ്മേ? ശിവൻ വിജി. ശിവൻ വിജി അല്ലേ? നേരത്തെ പേരെന്തായിരുന്നു? വിജി മോഹൻ. വിജി മോഹൻ. അപ്പൊ ശിവൻ വന്നതിന് ശേഷം അമ്മ പേര് മാറ്റി. ശിവൻ പറഞ്ഞതാണ്, നീ ഇനിയും വിജി മോഹൻ അല്ല, ശിവൻ വിജിയാണ്. നാം നിങ്ങൾക്ക് ആശീർവാദം നൽകുകയാണ്. ഇന്നു മുതൽ നിങ്ങളെ പൂജിക്കുന്നത് നമ്മെ പൂജിക്കുന്നതിന് തുല്യമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത്. ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത്. ഇന്ന് പേര് കളറാണ് അമ്മേ? ശിവനേ. സ്വർണത്തിന്റെ കളർ. രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു, ഇന്നിപ്പോ ഇച്ചിരി കളർ മാറി മാറി വരുന്നുണ്ട്. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഒരു ദിവസം തന്നെ 4-5 കളർ വരും. ഇത് കണ്ടോ, ഇപ്പൊ നല്ല സ്വർണത്തിന്റെ കളറാണ്. നല്ല മഞ്ഞ കളറല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളറായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു അതിശയം നടന്ന് കളർ സ്വർണ്ണമായി. അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ? ഭയങ്കരം തന്നെ. അർത്ഥനാഥവാ ഞാൻ. പാതി അമ്മയും പാതി പ്രിയനും. എന്റെ മോനെ. അപ്പൊ ശിവന്റെ രണ്ടുപേരും പ്രവേശിക്കാമെങ്കിൽ ഞാൻ ഇത്രയും കാണും. ഇത്ര വണ്ണം വെക്കും. ശരീരം മാറും. ശരീരം മാറും. ചില സമയത്ത് ഇങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആരും അറിയത്തില്ല. ചുരിദാർ ഇട്ടാ അറിയത്തില്ല. ഇവൻ ഇങ്ങനെ കനിഞ്ഞ അരുളി ജീവി ഭയങ്കര സ്നേഹം. പ്രേമത്തില നിങ്ങള്? അപ്പൊ ശബ്ദമൊക്കെ മാറും. ആ ശബ്ദം മാറും. ചിലർ ഫോൺ ചെയ്യുമ്പോ ഇന്നലെ നിങ്ങളുടെ മോനാണോ എടുത്തത്, ഭർത്താവാണോ എടുത്തതെന്ന് ചോദിക്കും. ആണുങ്ങളുടെ സ്വരം കേട്ടെന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഭയങ്കര എല്ലാ രൂപത്തിൽ വ്യത്യാസമുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസം. ഏജിലും വയസ്സിലും വ്യത്യാസം വരും. ചില സമയത്ത് ഇങ്ങനെ പമ്മി പമ്മി ഇതൊക്കെ എന്ത് പാമ്പായിട്ടൊക്കെ വരും അമ്മ. പാമ്പായി ചിലർ പറയും തങ്ങളുടെ കണ്ണില് പാമ്പ് നിൽക്കുന്നത്. உங்க எல்லாருக்கும் தெரிஞ்சிருச்சா? പിന്നെ ജ്ഞാനികളെല്ലാം കാണുമ്പോൾ തിരുവണ്ണാമലയിൽ വന്ന് എനിക്ക് സല്യൂട്ട് അടിക്കും. അങ്ങനെ തോന്നിക്കും. കാണുന്നത് ഞാൻ എവിടെ നോക്കിയാലും കാണാം. എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്, കയ്യിൽ നിൽക്കും. അതിന് ഭ്രാന്തമോളെ. ഒരു ദൈവിക പ്രഭയുണ്ട് ചുറ്റും അല്ലേ? മുഖത്തൊക്കെ നല്ല ഗ്ലേസിംഗ് ഉണ്ട്. ഇത് ഇടാൻ പറഞ്ഞിട്ടതാണ്. മൂക്കുത്തിയോ? ഓ, നിർബന്ധക്കാരൻ. എപ്പോഴും ഭാര്യ സുന്ദരൻ നടക്കണുള്ള വാശിയല്ലേ? അയ്യോ